എരുമേയൂർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് വിളക്കുകൾ തെളിഞ്ഞു. 9 സ്ഥലത്താണ് വിളക്ക് തെളിച്ചത്. KD പ്രസന്നൻ MLA വിവിധയിടങ്ങളിൽ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു. ഇതിനകം നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഇത്തരം ലൈറ്റുകൾ സ്ഥാപിച്ചു. നമ്മൾ ഇത്തരം നല്ല ലൈറ്റ് കാണാൻ പണ്ട് സർക്കസ് കാണാൻ പോകണം, അല്ലെങ്കിൽ പട്ടണത്തിൽ പോകണം. ഈ ഹൈവേ വന്നപ്പോൾ നമുക്ക് ഉഷാറായി. അപ്പോൾ ആ ജാതി ലൈറ്റ് നമ്മുടെ നാട്ടിൻപുറത്ത് ഇരുന്ന ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ല വെളിച്ചം കണ്ടാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് എല്ലാ നാട്ടിൻപുറത്തും ഈ ലൈറ്റ് വയ്ക്കാൻ തീരുമാനിച്ചത്. ഇതിന് പുറമെ നമ്മുടെ ആരാധനാലയങ്ങളുടെ മുന്നിൽ പള്ളികൾ, അമ്പലങ്ങൾ, കാവുകൾ, അവിടെയെല്ലാം ലൈറ്റ് വയ്ക്കാൻ ഇതുപോലുള്ള ലൈറ്റ് ഇടാൻ തീരുമാനിച്ചു. ആ തീരുമാനമെല്ലാം ഞങ്ങൾ കൂട്ടായിട്ടാണ് എടുത്തത്. ഇവിടെ ഈ പ്രദേശത്ത് ലൈറ്റ് ഇടണമെന്ന് നിങ്ങളുടെ വാർഡ് മെമ്പറും സുധേവേട്ടനും എല്ലാം വളരെ മുൻപ് തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ, ഇവരെല്ലാം ചേർന്നാണ് ഈ ലൈറ്റുകളെല്ലാം നിശ്ചയിച്ചത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇനി 11 സ്ഥലത്ത് കൂടി ഞങ്ങൾക്ക് പോകാനുണ്ട്. കുറച്ച് വൈകി ഞങ്ങളിവിടെ എത്തിച്ചേരാൻ. അത് സത്യത്തിൽ കുറച്ചുകൂടി വൈകിട്ടാണ് ലൈറ്റ് ഇട്ടാൽ ഉഷാറാവുക. ഇരുട്ടായാലാണ് ഇത് കാണുകയുള്ളൂ. ഞങ്ങളുടെ തിരക്കുകൊണ്ട് ഞങ്ങളിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പോവുകയാണ്. എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ. എരുമേയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. പാറക്കുളം അമ്പലം, കരിഞ്ഞാലി ജംഗ്ഷൻ എന്നിവിടങ്ങളിലടക്കമാണ് വിളക്കുകൾ തെളിയിച്ചത്. ചേരാനാട്, പള്ളിമുക്ക്, ആലയംകുളമ്പ്, ചിമ്പുകാട്, മണിയിൽപ്പറമ്പ് ജംഗ്ഷൻ, പാടേറ്റി, അർണക്കാട്, ചെങ്കാരം, കരിപ്പൻകാട്, കാടാക്കനാൽ എന്നിവിടങ്ങളിലും ഹൈമാസ്റ്റുകൾ ഈ നാടിന് ഇനി വെളിച്ചമാവും. പാറക്കുളത്ത് വാർഡ് മെമ്പർ ശ്രീജിത്ത് സ്വാഗതവും പി. കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കരുനെല്ലിയിൽ പ്രഭാവതി സംസാരിച്ചു.